ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായമില്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോറാംസിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, സിമ്പിൾ വർക്കൗട്ടുകളാണ്, പക്ഷേ നല്ല എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്. നിങ്ങളുടെ ഈ കൈയുടെ ഈ ഫോറാംസിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന, നല്ലൊരു ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ ഫോളോ ചെയ്യാം. അപ്പം കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കും. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫോറാംസിൻ്റെ മസിൽസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളാണ്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള വർക്കൗട്ടുകളാണ്. നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ വർക്കൗട്ടുകളാണ്. അപ്പം നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്ന് ചെയ്യാം. ഇതേ കണക്ക് കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഓക്കെ, ഇതേപോലെ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. നല്ല നേരെ നിവർത്തിയിട്ട് നിങ്ങളുടെ കൈ ഇതേ കണക്ക് നിങ്ങളുടെ വിരലുകൾ നിവർത്തുക. അതിനുശേഷം നിങ്ങൾ നല്ല ശക്തിയായിട്ട് നല്ലോണം നിങ്ങളുടെ മുഷ്ടി ചുരുട്ടുക. കണ്ടില്ലേ? ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇതേ കണക്ക് നിങ്ങൾ ഒരു 25 പ്രാവശ്യം ആവർത്തിക്കുക. ഓക്കെ, വിരലുകൾ നിവർത്തുക. നല്ലോണം നല്ല ശക്തിയായിട്ട് മുഷ്ടി നല്ലോണം ചുരുട്ടുക. നിങ്ങളുടെ ഫോറാംസിലോട്ട് നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് യാതൊരു ഉപകരണങ്ങളും വേണ്ട. കൈ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെ ചെയ്യുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ടെന്നീസ് എൽബോ പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ട് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ വർക്കൗട്ട് നമുക്ക് ഇത് കണക്ക് കസേരയിലിരിക്കാം. അതിനുശേഷം കൈ ഇതേപോലെ ഫ്രണ്ടിലോട്ട് നിവർത്തി പിടിക്കുക. ഇതേപോലെ മുഷ്ടി ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇതേപോലെ, കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങളിങ്ങനെ കൈ ട്വിസ്റ്റ് ചെയ്യുക നിങ്ങളുടെ റെസ്റ്റിനെ. ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് നിങ്ങളുടെ കൈയൊക്കെ നല്ല സ്ട്രെയിറ്റായിട്ട്, നമ്മൾ ഈ വർക്കൗട്ടുകൾ ചെയ്യുമ്പം കൈ നല്ല സ്ട്രെയിറ്റായിട്ട് നേരെ തന്നെ വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ എഫക്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് 25 പ്രാവശ്യം ആവർത്തിക്കാം. നല്ല കുറച്ച് നേരം നമുക്ക് തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു ഫോറാംസിൻ്റെ ആ മസിൽസിലോട്ടുള്ള ആ ഒരു ബ്ലഡ് പ്രഷറും അതേ കണക്ക് തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ നല്ലൊരു പെയിൻ അനുഭവപ്പെട്ട് തുടങ്ങും. ഓക്കെ, നല്ലൊരു പെയിൻ അനുഭവപ്പെട്ട് തുടങ്ങും. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം. ഇതേ കണക്ക് നിങ്ങൾക്ക് കസേരയിൽ എഴുന്നതിന് ശേഷം കൈ നിവർത്തി പിടിച്ചിട്ട് ഇതേപോലെ മുകളിലോട്ടും താഴോട്ടും മുഷ്ടി ചുരുട്ടിയിട്ട് ഇതേപോലെ ചെയ്യാം. മുകളിലോട്ട് താഴോട്ട്, കണ്ടില്ലേ? നമ്മൾ മാക്സിമം ഒരല്പം ശക്തി കൊടുത്തുകൊണ്ട് വേണം ഇതേ കണക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇങ്ങനെ അയച്ചിട്ടിട്ട് ചെയ്യരുത്. അല്പം പവർ കൊടുത്തുകൊണ്ട് മുഷ്ടി ചുരുട്ടാം. കണ്ടില്ലേ? ഇതേ കണക്ക് മുകളിലോട്ടും താഴോട്ടും കൊണ്ടുപോകാം. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഇതും നിങ്ങൾക്ക് 25 പ്രാവശ്യം ആവർത്തിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഈ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. കാരണം മിക്കവാറും ആൾക്കാർക്കൊക്കെ ടെന്നീസ് എൽബോയുടെ പ്രശ്നങ്ങളുണ്ട്. അത് കണക്ക് തന്നെ ഈ കൈകൾക്കുണ്ടാവുന്ന ആ ഒരു പെരുപ്പ്, അതിനൊക്കെയുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. അടുത്ത നാലാമത്തെ വർക്കൗട്ട്, ഞാൻ നിനക്കൊരു ഡമ്പലിൻ്റെ റാഡ് എടുത്തിട്ടുണ്ട്. ഡമ്പൽ റാഡ്. ഓക്കെ, ഒരു ചെറിയ ഡമ്പൽ റാഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കമ്പിയോ, ഒരല്പം വെയിറ്റുള്ള ചെറിയ കമ്പിയോ, ഒരു ചെറിയ വടിയോ, എന്താണെന്ന് വെച്ചാൽ ഒരല്പം വെയിറ്റുള്ളതായിരിക്കണം. എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റഭാഗത്തായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതേ കണക്ക്, കണ്ടില്ലേ? അതിൻ്റെ അഗ്രഭാഗത്തായിട്ട് ഇങ്ങനെ പിടിക്കണം. മുഷ്ടി ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇതേപോലെ മുകളിലോട്ടും താഴോട്ടും, മാക്സിമം മുകളിലോട്ട് മാക്സിമം താഴോട്ട്, കൈ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ നാലാമത്തെ വർക്കൗട്ട്. ഇതും നിങ്ങളുടെ ഫോറാംസിനും ഗ്രിപ്പിനും ഒക്കെ, നമ്മുടെ റെസ്റ്റ് ഭാഗത്തിനൊക്കെ നല്ല പവർ തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം എനിക്കിപ്പം ഇവിടെ ലഭ്യമായത് ഒരു ഡമ്പൽ റാഡാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റുള്ള
കമ്പിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഒരു കൈയിൽ 25 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതേപോലെ തന്നെ മറുകൈ ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ അറ്റഭാഗത്തായിട്ട് നിങ്ങൾക്ക് പിടിക്കാം. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് 25 പ്രാവശ്യം ആവർത്തിക്കാം. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അപ്പം നമുക്ക് ഈ യാതൊരു എക്യുപ്മെൻറ്റ്സുകളും ഇല്ലാതെ നമ്മുടെ ഈ കൈയുടെയൊക്കെ ഫോർ ആംസിൻ്റെയൊക്കെ വെയിൻസൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് വെച്ച് ചെയ്യാവുന്ന ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. പക്ഷേ നമുക്ക് വെയിറ്റുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ കൈയുടെ വെയിൻസിനെയൊക്കെ വിസിബിളാക്കാൻ പറ്റിയ വർക്കൗട്ടുകളോട് കൂടിയാണിത്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു വെയിൻസൊക്കെ നല്ലൊരു ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ വെയിൻസൊക്കെ പുറത്തോട്ട് തള്ളി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഓക്കെ, അനുഭവപ്പെടുന്നതല്ല, കറക്റ്റായിട്ട് വെയിൻസ് പുറത്തോട്ട് വന്നിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. ഇനി നമുക്ക് അവസാനത്തെ വർക്കൗട്ടിലോട്ട് പോകാം. 5ാമത്തെ വർക്കൗട്ട്. ഇതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ്. പക്ഷേ ഹൈലി എഫക്റ്റീവാണ്. ഇത് കണക്കൊരു ന്യൂസ് പേപ്പർ ഇതേപോലെ മടക്കി നിങ്ങളെടുക്കുക. കണ്ടില്ലേ, ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ന്യൂസ് പേപ്പർ മടക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് അതിനെ ഇങ്ങനെ റബ്ബ് ചെയ്യുക. അതിനെ ഇങ്ങനെ കണ്ടില്ലേ, ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേപോലെ കൈ സ്ട്രെയിറ്റായിട്ട് പിടിച്ച് ഇതേ കണക്ക് റബ്ബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കൈ ഫെയിലിയർ ആവുന്ന വരെ, നിങ്ങളുടെ കൈ കഴച്ച് വരുന്ന ആ ഒരു സമയം വരെ നിങ്ങളിതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് അധികം നേരമൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയം ചെയ്യുന്നതിന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കൈകൾക്കുണ്ടാവുന്ന ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കണ്ടാൽ വളരെ സിമ്പിളാണ്, പക്ഷേ ഹൈലി എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. ഇതേ കണക്ക് നിങ്ങൾക്ക് റബ്ബ് ചെയ്യാം. കൈ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫോർ ആംസിനുള്ള ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എക്യുപ്മെൻറ്റ്സുകളൊന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.